എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്, എങ്ങനെയാണ് എനിക്ക് സോളോ ട്രിപ്പിൾ ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്നതെന്ന്. അതിന് വ്യക്തമായിട്ടുള്ള കാരണം എനിക്ക് പറയാനില്ല, പക്ഷേ എനിക്കെന്തോ ഇത് ഭയങ്കര ഹരമാണ്. നമുക്കിഷ്ടമുള്ള സമയത്ത്, നമുക്കിഷ്ടമുള്ള സ്ഥലത്തൂടെ, നമുക്കിഷ്ടമുള്ള രീതിയിൽ അങ്ങനെ നടക്കാൻ പറ്റും സോളോ ട്രിപ്പിൽ. ഞാൻ പീക്ക് ഡിസ്ട്രിക്റ്റിൽ പോയ സോളോ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ കൊടുക്കാം. ഞാനെല്ലാം ഷൂട്ട് ചെയ്യുന്ന ഫോണിൽ തന്നെയാണ്. പിന്നെ എൻ്റെ മനസ്സമാധാനത്തിന് വേണ്ടി ഗോപ്രോയും ഒരു ഡ്രോണും എല്ലാം എടുത്തു വെക്കും. പക്ഷെ കൂടുതലും ഫോണിൽ തന്നെയാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അതാണ് എനിക്ക് എളുപ്പവും. ഇനി ഇതൊന്നും അങ്ങനെ യൂസ് ചെയ്യാൻ എനിക്ക് അത്ര അറിയില്ല. ഫുഡ് ബുക്കിംഗ് പിക്കിലെ, അതുകൊണ്ട് ഞാൻ നേരെ മക്ഡൊണാൾഡ്സിൽ പോയി നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് അടിച്ചു. ഞാൻ എവിടെ പോയാലും രാവിലെ തന്നെ ഇറങ്ങും. അങ്ങനെ ലെസ്റ്ററിൽ നിന്ന് നേരെ വെച്ച് പിടിച്ചു പീക്ക് ഡിസ്ട്രിക്റ്റിലോട്ട്. അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും ഫേവററ്റായ വിനാസ് പാസിലെത്തി. ഒരു അടിപൊളി അനുഭവമാണ് കേട്ടോ. എനിക്കെപ്പോഴും കിളി മാറുന്നൊരു സ്ഥലമാണിത്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. എന്നിട്ട് ഞാൻ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഫുള്ള് ചില്ല് ചെയ്യാൻ തുടങ്ങി. നല്ലൊരു വൈബാണ്, നല്ല അടിപൊളി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൗൺ ആണത്. അവിടെ ഇഷ്ടംപോലെ ഷോപ്പുണ്ട്. ആ ഒരു ഷോപ്പിൽ കയറി ഞാനൊരു സിനമൺ റോളും ഒരു നല്ല കട്ട കാപ്പി മേടിച്ചു. അതിങ്ങനെ ആസ്വദിച്ച് കുടിച്ചു. എന്നിട്ട് ഞാൻ സ്ഥിരം പോകുന്നൊരു ഷോപ്പുണ്ട് കേട്ടോ, ഐസ്ക്രീം കിട്ടുന്ന നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അതിൽ ടേസ്റ്റ് ഉള്ള, അതിൽ സൂപ്പർ ഐസ്ക്രീം കിട്ടുന്ന കടയുണ്ട്. അവിടുത്തെ ഒരു ഐസ്ക്രീം തട്ടി നല്ല ടേസ്റ്റ് ആയിട്ട് ആ മലയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങോട്ട് കഴിച്ചു. ഞാൻ ഐസ്ക്രീം ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും നല്ലൊരു മഴ വന്നു. ആ മഴ നല്ലപോലെ നെഞ്ചു. ഇങ്ങനെ ഇന്നത്തെ കറക്കൊക്കെ മതിയാക്കി ഞാൻ നേരെ തിരിച്ച് ലെസ്റ്ററിലോട്ട് വിട്ടു. ഓരോ സ്ഥലത്തുനിന്ന് പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. പിന്നെയും വരാലൊന്ന് പ്രതീക്ഷയോടുകൂടി ഞാൻ അങ്ങനെ വിട്ടടിച്ച് ലെസ്റ്ററിലോട്ട് പോകും.